കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു. പക്ഷെ സംഗതി അതല്ല. സാധാരണ ഭരണം കിട്ടിയാൽ ഉടനെ സത്യപ്രതിജ്ഞയും മന്ത്രിസഭാ രൂപീകരണവും ഒക്കെ നടക്കേണ്ടതാണ്. എന്നാൽ കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ കാര്യം അറിയാമല്ലോ. അവിടെ ഇപ്പോൾ നടക്കുന്നത് ശുദ്ധമായ കസേരത്തല്ലാണ്. ആര് മുഖ്യമന്ത്രിയാവും? വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയോ അതോ കെ.സി. വേണുഗോപാലോ? ഈ തല്ല് കണ്ട് ജനങ്ങൾ ചിരിക്കുമ്പോഴാണ് അതിനേക്കാൾ വലിയൊരു തമാശ ഇപ്പുറത്തിറങ്ങേറുന്നത്. തോറ്റു തുന്നമ്പാടി മൂലയിൽ ഇരിക്കുന്ന CPM-ലും ഇപ്പോൾ കസേര കളി തുടങ്ങിയിരിക്കുന്നു. ആര് പ്രതിപക്ഷ നേതാവാവും എന്നതാണ് അവിടുത്തെ തർക്കം. എന്താണ് ഈ രണ്ട് മുന്നണികളിലും നടക്കുന്നത് എന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് ജയിച്ചവരുടെ തമാശകൾ നോക്കാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭരണം കിട്ടിയാൽ പിന്നെ ജനങ്ങളെ സേവിക്കുന്നതിനേക്കാൾ വലിയ കാര്യം ആര് ആ കസേരയിൽ ഇരിക്കുമെന്ന് തീരുമാനിക്കുന്നതാണ്. സതീശൻ ഗ്രൂപ്പും ചെന്നിത്തല ഗ്രൂപ്പും ഇപ്പോഴേ കൊമ്പ് കോർത്തു കഴിഞ്ഞു. പോസ്റ്റർ യുദ്ധങ്ങൾ തിരുവനന്തപുരത്ത് സജീവമായിരുന്നു. ജനഹൃദയങ്ങളിൽ സതീശൻ, പരിചയസമ്പന്നനായ ചെന്നിത്തല എന്നിങ്ങനെ വാഴ്ത്തുപാട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഹൈക്കമാൻഡ് വരുന്നത്. ഇനി ഡൽഹിയിൽ നിന്ന് ആരെങ്കിലും വന്ന് ഇത് തീർക്കുന്നത് വരെ കേരളത്തിന് മുഖ്യമന്ത്രി ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ വോട്ടിന്റെ എണ്ണൽ കഴിഞ്ഞെങ്കിലും ഇന്നും ആ കസേരയിൽ ആളിരുന്നിട്ടില്ല. എന്തായാലും കോൺഗ്രസിന്റെ ഈ പതിവ് ശൈലി നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഇനി നമുക്ക് സഖാക്കളിലേക്ക് വരാം. സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അച്ചടക്കത്തിന് വലിയ വിലയാണെന്നാണ് വെയ്പ്പ്. എന്നാൽ ഇത്തവണ പിണറായി വിജയന്റെ ക്യാപ്റ്റൻസി പരാജയപ്പെട്ടതോടെ സംഗതി മാറി. ഭരണ തുടർച്ചയെന്ന വലിയ സ്വപ്നം പൊലിഞ്ഞു. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇനി പ്രതിപക്ഷ നേതാവായി വരണോ എന്നതാണ് പാർട്ടിക്കുള്ളിലെ ഇപ്പോഴത്തെ വലിയ തർക്കം. ഒരു വിഭാഗം പറയുന്നത് പിണറായി തന്നെ വരണമെന്നാണ്. കാരണം പരിചയസമ്പത്തുണ്ടല്ലോ. എന്നാൽ പാർട്ടിക്കുള്ളിലെ ഒരു വലിയ വിഭാഗം ഇതിനെതിരെ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ ഈ ശൈലിയും അഹങ്കാരവുമാണ് പാർട്ടിയെ ഈ ഗതിയിലെത്തിച്ചത്. ഇനി നിങ്ങൾ മാറി നിൽക്കൂ എന്നാണ് അവർ പറയുന്നത്. പിണറായി മാറിയാൽ പിന്നെ ആര്? അവിടെയാണ് KN ബാലഗോപാലിന്റെ പേര് ഉയർന്നു വരുന്നത്. എല്ലാവർക്കും സമ്മതനായ വലിയ ശബ്ദമുണ്ടാക്കാത്ത ഒരു നേതാവ് വേണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ആഗ്രഹം. ദില്ലിയിലെ AKG ഭവനിൽ ഇപ്പോൾ PV യോഗം നടക്കുകയാണ്. കേരളത്തിലെ ഈ തിരിച്ചടി അവിടെ വലിയ ചർച്ചയാണ്. ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ കേരളത്തിലും പാർട്ടി ഇല്ലാതാകുമോ എന്ന പേടി ഇപ്പോൾ സഹാക്കളെ വല്ലാതെ പിടികൂടിയിട്ടുണ്ട്. MA ബേബിയുടെ നിലപാട് ഇതിൽ വളരെ നിർണായകമാണ്. ബാലഗോപാലിനെ മുന്നിൽ നിർത്തി പാർട്ടി ഒന്ന് വാഷ് ചെയ്ത് എടുക്കാമെന്നാണ് അവരുടെ പ്ലാൻ. ഇനി നോക്കൂ, ഇത് എത്ര വിരോധാഭാസമാണല്ലേ. ഒരു വശത്ത് കോൺഗ്രസ് ഭരണം കിട്ടിയിട്ട് മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിയാതെ പരസ്പരം തല്ലുന്നു. മറുവശത്ത് CPM തോറ്റിട്ടും ആര് പ്രതിപക്ഷത്തിരിക്കുമെന്നതിനെ ചൊല്ലി കടിപിടി കൂടുന്നു. ജനങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്തതെന്ന് ഈ രണ്ടു കൂട്ടർക്കും ഒരു നിശ്ചയവുമില്ല. പിണറായി വിജയൻ എന്ന ബിംബം തകർന്നു എന്ന് സമ്മതിക്കാൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആരാധകർക്ക് കഴിയുന്നില്ല. അതേസമയം കണ്ണൂർ ലോബിക്ക് പഴയ പോലെ പാർട്ടിയിൽ പിടിമുറുക്കാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. വിമതർ ജയിച്ചതും വോട്ട് ചോർന്നതുമൊക്കെ പിണറായിയുടെ ശൈലിയോടുള്ള പ്രതിഷേധമാണെന്ന് കേന്ദ്ര നേതൃത്വം വിലയിരുത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ 21 മുതൽ 23 വരെ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അറിയാം ഇതിന്റെ അന്തിമ തീരുമാനം. പിണറായി വിജയൻ യുഗം അവസാനിക്കുമോ അതോ അദ്ദേഹം വീണ്ടും നേതൃത്വത്തിലേക്ക് വരുമോ? യുവജനങ്ങളെ ആകർഷിക്കാൻ തമിഴ്നാട്ടിലെ വിജയ് മോഡൽ പരീക്ഷണങ്ങൾ കേരളത്തിൽ CPM നടത്തുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. എന്തായാലും സഖാക്കൾ ഇപ്പോൾ നല്ലൊരു കടുപ്പമേറിയ ആത്മപരിശോധനയിലാണ്. അത് പാർട്ടിയെ രക്ഷിക്കുമോ അതോ കൂടുതൽ നാശത്തിലേക്ക് നയിക്കുമോ എന്ന് കണ്ടറിയാം. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരെന്ന് പറഞ്ഞാൽ അത് പണ്ടേ പ്രശസ്തമാണല്ലോ. I ഗ്രൂപ്പും A ഗ്രൂപ്പും തമ്മിലുള്ള പോര് കഴിഞ്ഞ് ഇപ്പോൾ അത് സതീശൻ, ചെന്നിത്തല ഗ്രൂപ്പുകളിലേക്ക് മാറിയിട്ടുണ്ട്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അവർ ഡൽഹിയിൽ ഹൈക്കമാൻഡിന്റെ വാതിൽക്കൽ ക്യൂ നിൽക്കുകയാണ്. ഈ തക്കം നോക്കി സഹാക്കളൊന്ന് ഉഷാറാകേണ്ടതായിരുന്നു. പക്ഷെ അവിടെയാണ് കോമ്പടി. സ്വന്തം തട്ടകമായ കണ്ണൂരിൽ പോലും തോറ്റു നിൽക്കുന്ന സഖാക്കൾ ഇപ്പോൾ ആര് നിയമസഭയിൽ മൈക്കിന് മുന്നിൽ നിൽക്കണമെന്ന കാര്യത്തിലാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഇത്രയും കാലം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് നടന്നവർക്ക് ഇപ്പോൾ ആ പേര് കേൾക്കുന്നത് തന്നെ പേടിയാണെന്ന് തോന്നുന്നു. കാരണം തിരഞ്ഞെടുപ്പ് തോറ്റതോടെ ക്യാപ്റ്റൻ ഇപ്പോൾ വെറും കപ്പൽ തകർന്ന നാവികനായി മാറിയിരിക്കുകയാണ്. സാധാരണ തോറ്റാൽ പ്രതിപക്ഷ നേതാവായി വരാൻ എല്ലാവരും മടിക്കാറാണ് പതിവ്. കാരണം പണിയും കൂലിയും ഇല്ലാത്ത പണിയാണല്ലോ എന്നാണ് പറയുന്നത്. പക്ഷെ CPM-ൽ ഇപ്പോൾ അതിനും മടി നടക്കുകയാണ്. പിണറായി തന്നെ വരണമെന്ന് പറയുന്നത് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമാണ്. അവരുടെ പേടി എന്താണെന്നോ?
പിണറായി മാറിയാൽ തങ്ങളുടെ പിടിപാടും പോകുമെന്നാണ്. ഇനി മറ്റൊരു രസകരമായ കാര്യം നോക്കാം. ബംഗാളിലെയും ത്രിപുരയിലെയും സഖാക്കൾ ഇപ്പോൾ കേരളത്തിലെ നേതാക്കളെ ഉപദേശിക്കാൻ വരികയാണ്. വർഷങ്ങളോളം ഭരണം കയ്യിലിരുന്നിട്ടും അവിടുത്തെ സഖാക്കൾക്ക് ഇപ്പോൾ അവിടെ വിലാസമില്ലാത്ത അവസ്ഥയാണ്. അവർ പറയുകയാണ്, കേരളത്തിലെ സഖാക്കളെ, പിണറായിയുടെ ഈ ശൈലി തുടർന്നാൽ ഞങ്ങളുടെ കൂടെ വന്ന് നിങ്ങൾക്ക് ഇരിക്കേണ്ടി വരുമെന്ന്. ഇത് കേൾക്കുമ്പോൾ കേരളത്തിലെ സഖാക്കൾക്ക് സഹിക്കുന്നുണ്ടാവില്ല. പിണറായിയുടെ ആ പഴയ കടക്കുപുറത്ത് ശൈലി ഇനി നിയമസഭയിൽ നടക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. പ്രതിപക്ഷ നേതാവാകുമ്പോൾ കുറച്ചുകൂടി വിനയം വേണം. സർക്കാരിനെ ചോദ്യം ചെയ്യാൻ കുറച്ചുകൂടി മയമുള്ള ഭാഷ വേണം. അതുകൊണ്ടാണ് ബാലഗോപാലിനെ പോലെയുള്ള ഒരു നേതാവിനെ മുന്നിൽ നിർത്താൻ കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ പിണറായി അത് സമ്മതിച്ചു കൊടുക്കുമോ? സിംഹം എത്ര വയ്യാതായാലും കാട്ടിലെ രാജാവായി തന്നെ ഇരിക്കണമെന്ന് നിർബന്ധമുള്ളതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഇതിനിടയിൽ MA ബേബിയുടെ റോൾ ഒന്ന് ശ്രദ്ധിക്കണം. അദ്ദേഹം ഇപ്പോൾ ഒരു വലിയ മധ്യസ്ഥന്റെ വേഷത്തിലാണ്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയമൊക്കെ പഠിച്ചു വന്ന ബേബി സഖാവിനോട് എല്ലാവർക്കും ഒരു പ്രത്യേക ബഹുമാനമാണ്. അദ്ദേഹം വിചാരിച്ചാൽ ഒരു പക്ഷേ ഈ കസേര കളിക്ക് ഒരു പരിഹാരമാവും. പക്ഷേ കോൺഗ്രസിലെ പോലെ ഹൈക്കമാൻഡ് പറഞ്ഞാൽ ഉടനെ അനുസരിക്കുന്ന രീതിയൊന്നും കേരളത്തിലെ CPM-നില്ല. കേരള ഘടകമാണ് പാർട്ടിയെ പണം കൊടുത്ത് സഹായിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഡൽഹിയിലെ നേതാക്കൾക്ക് ഇവർക്ക് മേൽ വലിയ അധികാരമൊന്നുമില്ല. എങ്കിലും ഇത്തവണ തോൽവി വലുതായതുകൊണ്ട് കേന്ദ്ര നേതൃത്വം ഒന്ന് ശബ്ദമുയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല. ഈ തിരഞ്ഞെടുപ്പിൽ സഖാക്കൾക്ക് കിട്ടിയ തിരിച്ചടിയുടെ പ്രധാന കാരണം സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളാണെന്ന് കേന്ദ്രം വിലയിരുത്തുന്നുണ്ട്. ഇത് പിണറായിയുടെ മുഖത്തേറ്റ അടിയാണെന്നാണ് അണിയറ സംസാരം. അതുകൊണ്ട് തന്നെ ഒരു പുതിയ മുഖം വന്നാൽ ജനങ്ങൾക്കിടയിൽ പോയ പ്രതിച്ഛായ തിരിച്ചു പിടിക്കാമെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുകയാണ്. ഇതിനിടയിലാണ് വിജയ് മോഡൽ എന്നൊരു വാക്ക് വരുന്നത്. യുവജനങ്ങളെ ആകർഷിക്കാൻ കുറച്ചുകൂടി മോഡേണായ സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന നേതാക്കളെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ബേബിയുടെയും സംഘത്തിൻ്റെയും അഭിപ്രായം. ഇത് കേൾക്കുമ്പോൾ പഴയ നേതാക്കൾക്ക് അത്ര സഹിക്കുന്നില്ല. ഞങ്ങൾ വിയർപ്പൊഴുക്കി വളർത്തിയ പ്രസ്ഥാനം പിള്ളേർക്ക് വിട്ടുകൊടുക്കണോ എന്നാണ് അവരുടെ ചോദ്യം. കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്ക് കാരണം മുഖ്യമന്ത്രിയെ കിട്ടാതെ ഇരിക്കുമ്പോൾ CPM നേതാക്കൾ തമ്മിലുള്ള ഈഗോ കാരണം പ്രതിപക്ഷ നേതാവിനെ കിട്ടാത്ത അവസ്ഥയിലാണ്. അപ്പുറത്ത് കസേര കിട്ടിയിട്ട് അടി, ഇപ്പുറത്ത് കസേര പോയിട്ടും അടി. ഏതായാലും ഈ രാഷ്ട്രീയ നാടകം ഇനിയും നീളും. ഈ മെയ് മാസത്തെ ചൂടിനേക്കാൾ വലിയ ചൂടാണ് ഇപ്പോൾ AKG സെന്ററിലും ഡൽഹിയിലും. ആര് വന്നാലും ശരി, ജനങ്ങൾക്ക് വേണ്ടത് നല്ലൊരു ഭരണവും ശക്തമായ ഒരു പ്രതിപക്ഷവുമാണ്. അങ്ങേപ്പുറത്ത് കോൺഗ്രസ് ഗ്രൂപ്പുകൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് ചുറ്റും വട്ടം ചുറ്റുമ്പോൾ ഇങ്ങേപ്പുറത്ത് AKG സെന്ററിലും ഡൽഹിയിലും സഹാക്കൾ പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായം ആർക്ക് തുന്നണമെന്ന ആലോചനയിലാണ്. മുഖ്യമന്ത്രി ആയിരുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവാകുന്നത് അന്തസ്സാണോ അതോ പുതിയൊരാൾക്ക് വഴി മാറുന്നതാണോ വിപ്ലവം എന്ന കൺഫ്യൂഷനിലാണ് PV അംഗങ്ങൾ. ബംഗാളിലെയും ത്രിപുരയിലെയും പതനം കണ്ട് പഠിക്കണമെന്ന് കേന്ദ്ര നേതൃത്വം ഓർമ്മിപ്പിക്കുമ്പോഴും കേരളത്തിലെ ക്യാപ്റ്റൻ നയം മാറ്റാൻ തയ്യാറാകുമോ എന്നതാണ് വലിയ ചോദ്യം. ജനവിധി മാനിച്ച് ഭരണം കൈമാറിയെങ്കിലും ഈ കസേര തർക്കങ്ങൾ കാണുമ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞങ്ങൾ വോട്ട് ചെയ്തത് ഇതിനാണോ എന്ന്. മെയ് 4 റിസൾട്ട് വന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഒരു നേതാവില്ലാത്ത ഈ അവസ്ഥ കേരള രാഷ്ട്രീയത്തിലെ അപൂർവമായൊരു കാഴ്ചയാണ്. വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഗതി നിർണയിക്കും. ഈ കസേരത്തല്ല് തീർന്ന് എപ്പോഴാണാവോ അവർ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത്? നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.